ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഫുള്ള് പണികളാണ്. മക്കൾ കണ്ടുവെച്ച സ്വപ്നങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്വപ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മീൻകുളമാണ്. മീൻകുളമല്ല, ഇതെങ്ങനെ മീൻകുളമായിരുന്നു ഞാൻ പറഞ്ഞില്ല. ഈ കോഴിക്കോട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളന്ന് കുറച്ച് മണ്ണെടുത്തിരുന്നത് ഇവിടുന്ന് എടുത്ത് പോയപ്പോൾ വലിയ കുയ്യായി. അപ്പോൾ മക്കൾക്കൊരാഗ്രഹം ഇതൊരു മീനിൻ്റെ കുളമാക്കി കൊടുക്കാൻ. അപ്പോൾ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 5 മാസം മുന്നെയാണ് വെറുതെ കുറച്ച് കല്ലുകളൊക്കെ, ബോൾ കല്ലുകളൊക്കെ ഉണ്ടല്ലോ വേസ്റ്റ് വരുന്നത്, അത് പതിച്ച് വെച്ച് എന്ത് ചെയ്തു, ഫുള്ള് അടുക്കി വെച്ചിട്ടുള്ളത് കല്ല്. എന്നിട്ട് അതിന് മുകളിൽ നമ്മളതൊരു പരിക്കൻ സിമെൻറ്റ് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എത്തില്ല, അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉള്ള സൂപ്പർ മീൻകുളമാക്കാൻ പോവാണ്. നമ്മളെ യാസീൻ്റെയും സാബിലിൻ്റെയും ഭയങ്കര ആഗ്രഹമാണ്. ഇതാണ് നമ്മുടെ സാബിൽ അങ്ങനത്തെ ഒരു കുളം പടമാണ്. എന്നും വെള്ളം നിറക്കും, പരലുകളെ കൊടുത്തിട്ടും കളയും. അപ്പോൾ യാസീനൊന്ന് സ്കൂളുണ്ട്, അപ്പോൾ നമ്മളിത് തുടങ്ങി വെക്കുകയാണ് അല്ലേ സാബില? കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മളിതിൽ വെക്കാനുള്ള ഒരു ചെറിയ 2.5 വാട്ട്സിൻ്റെ ഒരു മോട്ടർ നമ്മൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഒരു മീറ്ററൊക്കെ അങ്ങനെ വെള്ളം ചാടും, അത്രേ ഉള്ളൂ. മോട്ടർ ആ സൈഡിലൂടെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് വെള്ളം നമുക്ക് മുകളിൽ ചാടുന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് ഫുൾ പാഴ്വസ്തുക്കളാണ്, പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിച്ചതിലിപ്പോൾ ഈ സിമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വെക്കാൻ പോകണം മോട്ടറും ബാക്കിയൊക്കെ നമ്മൾ പാഴ്വസ്തുക്കളാണ്. പിന്നെ അതുപോലെ ഇതിൽ നമ്മൾ ആദ്യം കുറച്ച് ആമ്പലും പായലൊക്കെ കൊടുത്തിട്ട് കുറച്ച് കുളം മീനുകളെ വളർത്താനുള്ള പരിപാടിയാണ്. വളർത്തല്ല, ഇതിലിടാനുള്ള പരിപാടിയാണ്. അതങ്ങോട്ട് സെറ്റായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം, വലിയ കളർ മീനുകളും വില പിടിപ്പുള്ള മീനുകളൊക്കെ നമ്മളിങ്ങനെ പതുക്കെ കൊടുത്തിടണം അല്ല വന്നൂസേ? എന്നിട്ട് വല വെക്കണ്ടേ? അല്ലെങ്കിൽ മീൻ കത്തിക്കൊല്ലുമ്പോൾ വന്നിട്ട് ഒറ്റ കൊണ്ടുപോകും. എന്നിട്ട് മീൻ കത്തിക്കൊല്ലുമ്പോൾ ബിരിയാണി വെച്ച് സാപ്പിടും. അതന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ ഹൈറ്റ് കുറവാണ്. ഇപ്പോൾ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് മറിയും. അപ്പോൾ അത് മറിയാതിരിക്കണമെങ്കിൽ ആദ്യം ഇത്ര ഹൈറ്റ് വേണം. ഈ സൈഡിൽ മണ്ണിൻ്റെ ലെവലിൽ നിന്ന് കുറച്ച് പൊങ്ങി നിൽക്കണം. അപ്പോൾ ആ ഒരു കെട്ടും കൂടി കെട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അവിടെ വാട്ടർ ഫൗണ്ടേഷൻ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ, വോള്. അപ്പോൾ ഈ സൈഡിലാണ് നമ്മളെ വാട്ടർഫാൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ സോളാറിൻ്റെ മോട്ടർ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇവിടെ സോളാറിൻ്റെ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടുന്ന് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഇവിടെ വന്നിട്ട് അങ്ങനെ ചാടണം. അതാണ് നമ്മളെ ലക്ഷ്യം. അല്ല സാവില? അപ്പോൾ മീനുകൾ ഇങ്ങനെ തുള്ളി കളിക്കുന്ന പുള്ളിപ്പുഴു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ കുറച്ച് വേസ്റ്റ് കല്ലുകൾ, ബോൾ പോലത്തെ കല്ലുകൾ അവിടെ ഇവിടുന്നൊക്കെ പെറുക്കി കൂട്ടി വെച്ചതാണ് മക്കൾ. അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരാം. ഇവിടെ ഇങ്ങനെ നിർത്താനുള്ളതാണ്. ഒരുപാട് കല്ല് വേണം, കുറച്ചൊന്നും പോരാ. അപ്പോൾ അതാ നമ്മളെ കുളത്തിൻ്റെ പരിപാടി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഫൈനൽ സെറ്റിൽമെൻറ്റിലെത്തി. ഉറപ്പിച്ചിട്ടില്ല, ഒരു ഡെമോ നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ കല്ലുകൾ ഇവിടെ നമ്മൾ വാട്ടർ ഉണ്ടാക്കാൻ പോകുന്നത്, വെള്ളച്ചാട്ടം. ഈ കുടുക്ക ഉണ്ടെങ്കിൽ ഇതൊരു പഴയ കുടുക്കയാണ്. ഇത് നമ്മളിവിടെ ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് സിമെൻറ്റ് ഇട്ട് ഇവിടെ ഉറപ്പിക്കണം. എന്നിട്ട് ഇതിന് ഈ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഈ കല്ലുമ്മക്ക് ചാടണം. ഈ കല്ലുമ്മന്ന് ഇങ്ങനെ ഇവിടെ വന്ന് ചാടിയിട്ട് അങ്ങനെ പോകണം. അതാണ് നമ്മളെ പരിപാടി. നമ്മളെ പ്ലാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ കുളത്തിൻ്റെ പരിപാടി തുടങ്ങാൻ പോവാണ്. ഇന്നലെ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു തന്നെ ഉള്ളൂ. കല്ലൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനുള്ള കല്ലൊക്കെ റെഡിയാക്കി വെച്ചതാ. ഇത് നമ്മുടെ കുടുക്ക ഇവിടെ വരും, മോട്ടർ ഇവിടെ വരും. 2.5 വാട്ട്സിൻ്റെ മോട്ടറാണ് നമ്മൾ. കറണ്ട് കൊടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, സോളാറിൻ്റെ വെക്കാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ നമ്മൾ ഇഷ്ടം ഉണ്ടാകുമ്പോൾ വർക്ക് ചെയ്തോളും, എല്ലാത്തുമ്പോൾ വർക്ക് ചെയ്തിരുന്നോളും. കുറച്ചൊക്കെ ഓക്സിജൻ്റെ സർക്കുലേഷൻ അങ്ങനെ കിട്ടും. പിന്നെ കുറച്ച് ആമ്പലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നോർമലായിട്ട് അങ്ങോട്ട് ഓടിക്കോളും. നമ്മളൊരു എന്താ പറയുക, നോട്ടോ ഒന്നും വേണ്ട, വലട്ട് കൊടുത്തു കഴിഞ്ഞാൽ സേഫാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കണം. ഓക്കെ, 2 കൊട്ട, ഈ കൊട്ട കണ്ടില്ല, ഈ റബ്ബറും കൊട്ടയ്ക്ക് 2 കൊട്ട എംസാൻഡ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കൊട്ടൻ്റെ അടുത്ത് സിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത്ര സ്ട്രോങ് വേണം ഇതിന്. ശരിക്കും 2 കൊട്ടക്ക് 1 കൊട്ട എന്നുള്ള കണക്കാണ്, അരക്കൊട്ട എന്നുള്ള കണക്കൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കൽ ഈ ചെറിയ പരിക്കൻ തേപ്പിനൊക്കെ. പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് എന്നിട്ട് വെച്ചാൽ നമുക്ക് ഇവിടെ വെള്ളം ഗ്യാപ്പ് വരാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് തന്നെ നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പണി തുടങ്ങാം. ഓക്കെ, ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇത് കുളത്തിൽ തന്നെ ഇട്ട് ചെയ്താൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് വേസ്റ്റ് ആവില്ല. ഓക്കെ, നമ്മളിതാ ഇത് കണ്ടോ, കുടമൊക്കെ വെച്ച് ഉറപ്പിച്ച് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ചാടും. ഇതുവഴി ഇങ്ങനെ ഇങ്ങോട്ട് ചാടും വെള്ളത്തിലേക്ക്. ഓക്കെ, ആ ഒരു ബബിൾസ് മതി അവർക്ക് ഒരുപാട് കാലം ഓക്സിജൻ ശ്വസിക്കാനൊക്കെ. ഇതൊക്കെ നമുക്ക് ഒന്നുകൂടി പാച്ച് വർക്ക് ചെയ്യാണ്ട്. ഇതാണ് കണ്ടോ കുടത്തിൻ്റെ പിൻഭാഗം.
ഒക്കെ നമ്മൾ റീയൂസബിൾ സാധനങ്ങളാണ്. വേസ്റ്റ് സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് കൊടുന്ന് അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു തടം കെട്ടിയിട്ട് ചെടിയൊക്കെ വെക്കാൻ പറ്റും ഇവിടെ. അതുപോലെ ഇവിടെ നമുക്ക് ചെടികളൊക്കെ വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ ഇതാ അങ്ങനെ ഇതേപോലെ ഇപ്പോൾ നമ്മളിതാ ഇവിടെ പോയി ചെയ്തതുപോലെ നമുക്ക് ഇവിടെയും കൂടി ചെയ്യണം. എന്നാൽ നമ്മളെ ഹെൽപ്പർ സാബിൽ ഇന്നിപ്പോൾ എല്ലാവരും സ്കൂളിൽ പോയതുകൊണ്ട് ആരും കാണാനില്ല. പിന്നെയുള്ള ഒരാൾ ഇതാണ്, ഇത് മെയിൻ ഹെൽപ്പറാണ്. വർത്താനം മാത്രം, കൊട്ടേഷൻ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാ ഒന്ന് ഗ്ലാസ് വെള്ളം എടുത്താൽ കുടിക്കാൻ. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആ സൈഡും കൂടി ഒന്ന് സിമെൻറ്റ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിർത്താം. ഈ ഒരു സൈഡും കൂടി സിമെൻറ്റ് ഇട്ടിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം. ഇനിയിപ്പോൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നാളെ നമുക്കത് ഈ ഏരിയയും കൂടി ഒന്ന് ഹൈറ്റ് കൂട്ടണം. ഇവിടെ ചെറിയൊരു ഹൈറ്റ് കൂടി വരണം, ഒരു 20-30 സെൻറ്റി ഹൈറ്റ് വരണം. നല്ല വെള്ളം അല്ലേ? സൂപ്പർ. ആ വെള്ളം ഇങ്ങോട്ട് മാറ്റിയേക്ക്, എന്നിട്ട് മൂടിയേക്ക്. അപ്പോൾ ഇത്രയും കൂടി സിമെൻറ്റ് ബാക്കിയുണ്ട്. അത് കുറച്ചൊരു സൈഡും കൂടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൗണ്ടൈൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ സൈഡും കൂടി ഉറപ്പിച്ചിട്ട് നാളെ നമുക്ക് പെയിൻറ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടി ഗ്രൗട്ട് ഇട്ടതിന് ശേഷം പെയിൻറ്റ് ചെയ്യണം. ഗ്രൗട്ട് ഒന്നും കൂടി ഇടേണ്ടി വരും, അല്ലെങ്കിൽ ഇതൊരു കണ്ടപ്പടക്കം വിള്ളൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ അടിച്ചപ്പോൾ ഈ ഒരു പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും നമ്മൾ കല്ല് ഏകദേശം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മോട്ടർ വെക്കാനുള്ള സ്ഥലത്തിൻ്റെ വാട്ടർ ഫൗണ്ടൈൻ്റെ ഏരിയ നമ്മൾ ഇന്നലെ തീർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പിന്നെ സൈഡിലാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇതാ ഈ പരിപാടിയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വെറുതെ ഇങ്ങനെ ചെയ്തത്. കല്ലുകളൊക്കെ ഇങ്ങനെ പതുക്കെ ഡമ്മിയാക്കിയിട്ട് വെച്ച് ഇതൊക്കെ പേസ്റ്റ് ചെയ്യണം സിമെൻറ്റിൽ. അപ്പോൾ ഈ ഭാഗം ഹൈറ്റ് കറക്റ്റാണ്, ഇവിടെ ഒന്ന് സിമെൻറ്റ് ഇടാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കല്ലൊക്കെ വേസ്റ്റ് കല്ലുകൾ അവിടുന്ന് ഇവിടുന്ന് ഒപ്പിച്ച് കൊടുക്കുന്നതാട്ടോ. നമ്മളിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ഇത് വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ എടുത്ത് കളയാം. ചെടി വെക്കാലോ വിചാരിച്ചിട്ട് വെച്ചത്. നമുക്ക് ഫസ്റ്റ് കോട്ട ആദ്യം തേക്കുക. അത് ഇങ്ങനെയാണ് നമ്മൾ ഉള്ളൊക്കെ ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒന്നാം കോട്ട് ചെയ്യുമ്പോൾ ഗ്യാപ്പുള്ളിടത്തൊക്കെ അടച്ചു കൊടുത്ത് ഇങ്ങനെ അടക്കണം. ഒരു ഗ്യാപ്പും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മളെ മോട്ടറിൻ്റെ ഔട്ട് വരുന്ന ചെറിയ പൈപ്പ് ഉണ്ടല്ലോ വൈറ്റ് കളറിലെ, അത് നമ്മളതിൻ്റെ ഉള്ളിൽ കൂടി കോർത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ആ നീല പൈപ്പ് നമ്മൾ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇട്ട് കൊടുത്തൊരു പൈപ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ മോട്ടർ മാറ്റുകയാണെങ്കിലും അത് തന്നെ ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മളിതാ ഫുൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ലാസ്റ്റ് ഇതൊന്നും അങ്ങോട്ട് പരുക്കനാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗട്ട് വയ്ക്കുമ്പോൾ ശരിക്കും പിടിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്നും ഇങ്ങനെ പരുക്കനാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ കഴിഞ്ഞ് ഇനി നമുക്ക് പിന്നെ എന്താ പറയുക, ഗ്രൗട്ട് അടിക്കാൻ പോവാണ്. അതായത് വാട്ടർ പ്രൂഫിൻ്റെ ഗ്രൗട്ട്. അതിന് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ URP ആണ്. 1/2 ലിറ്ററാണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് 2 കോട്ടാക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ടാങ്ക് സൂപ്പറായിട്ട് വാട്ടർ പ്രൂഫ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളത് ഒരു 1/4 ചട്ടി സിമെൻറ്റ്. ഓക്കെ, 1/4 ചട്ടി കൂടുതലുണ്ട്, 1/2 ചട്ടിയോളുണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വെള്ളവും നമ്മൾ ഫിക്സിറ്റുമാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ചേർത്തിട്ട് എന്താണ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. നമ്മൾ വെള്ളം ചേർക്കാൻ പോവാണ്. ഇതാണ് ഈ ഒരു രൂപത്തിലായി, കണ്ടില്ല നിങ്ങൾ? ഇതിലടിച്ചാൽ ഇനി നമ്മളിതിൽ ഫിക്സിറ്റ് ചേർക്കുക. എന്നിട്ട് നമ്മളെ കുളം വെക്കുന്നുണ്ടോ നല്ല വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഡോക്ടർ ഫിക്സിറ്റ് ചേർക്കണം. ഒക്കെ ഇപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മളെ ഫിക്സിറ്റ് ഇതിലേക്ക് ചേർക്കും. പിന്നെ പകുതി എടുക്കണുള്ളൂ, പകുതി നമുക്ക് എന്ത് ചെയ്യാം, 2ാം കോട്ടിന് എടുക്കാം. അപ്പോൾ അതിൽ നമുക്കൊരു പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം, ഇങ്ങനെ ഒഴിക്കാം. നിങ്ങൾ അപ്പോൾ പകുതിയോളം നമ്മളിതിൽ ഒഴിച്ച്. ഓക്കെ, ഇനി നമുക്ക് എടുത്തേക്കുക, കാരണം നമുക്ക് 2ാം കോട്ട് അടിക്കണം. URP ആണ് കേട്ടോ ഇങ്ങനത്തേനൊക്കെ വാങ്ങേണ്ടത്. നമ്മൾ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന സാധനം വാങ്ങരുത്. URP എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പ്ലാസ്റ്ററിങ്ങിനും ടാങ്കിൽ പാരപ്പറ്റിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ലീക്കൊക്കെ വരുമ്പോൾ ഓട്ടെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങുന്നത് ഈ URP ആണ്. അപ്പോൾ അത് വാങ്ങുക, നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടിച്ച് തുടങ്ങാം. ഓക്കെ,
അപ്പം നമ്മളെ രണ്ടാമത്തെ കോട്ട അടിക്കുകയാണ്, വാട്ടർ പ്രൂഫിങ്. കുറച്ച് ആദ്യത്തെ കുറച്ച് ടൈറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് ലൂസാക്കിയിട്ടാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളൊരു ഐഡിയ പോലെ നിങ്ങൾക്ക് അടിക്കാം ചെയ്യണവർക്ക്. കാരണം വെച്ചാൽ വെള്ളം പോകരുത്. നമ്മൾ ഇത് ചെക്ക് ചെയ്യണം. 2-3 ദിവസമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വെള്ളം നിറച്ചിട്ട് ചെക്ക് ചെയ്യണം. പെയിൻ്റൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ഈ വാട്ടർ പ്രൂഫിൽ തന്നെ ചെക്ക് ചെയ്യണം. എന്നിട്ട് വെള്ളം കുറയുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് വേണം എന്താക്കാൻ, പെയിൻ്റ് അടിക്കാൻ. മറ്റേത് നമ്മൾ പിന്നെ കുടുങ്ങും. ഇപ്പം നമ്മളെ രണ്ടാം ഘട്ടം എന്താ വാട്ടർ പ്രൂഫിങ് അടിച്ച് കഴിഞ്ഞു. കുളം നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നല്ല വെയിൽ കൊണ്ട് നനഞ്ഞ് അങ്ങനെ 2 ദിവസം കിടക്കുന്നു. അത് കഴിയുമ്പോൾ എന്താവും, സംഭവം സെറ്റാവും. പിന്നെ നമുക്കൊന്ന് വെള്ളം നിറച്ച് നോക്കണം. അപ്പോൾ അന്ന് നമ്മളിതാ 2 ദിവസം ഇപ്പോൾ ഗ്രൗട്ടൊക്കെ തേച്ചിട്ട് ഇനി നമ്മളിപ്പോൾ ഇതാ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കയ്യിലുള്ള ഒരു പഴയ പെയിൻറ്റ് വൈറ്റ് അടിക്കുകയാണ്. അത് അടിച്ചിട്ട് ലുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂ അടിക്കാം. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ചിട്ടുള്ള പരിപാടി നമുക്ക് കാണാം. ഓക്കെ, ബിസ്മില്ലാ. പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പരിപാടി എന്താ വെച്ചാൽ ഇതിൽ വെള്ളം നിറക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഈ ഒരു വെള്ള പെയിൻ്റ് അടിച്ച് ഈ ഒരു ഭാഗം വരെയാണ് ഇപ്പോൾ നമുക്ക് വെള്ളം നിർത്തേണ്ടത്. എന്നിട്ട് ഇതാ ഈ പൈപ്പിൻ്റെ ഈ ഒരു എൻഡ് വരെ ഇതിൽ വെള്ളം നിൽക്കും, ബാക്കി ഒഴുകി പോകും. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് നോക്കണം എത്രത്തോളം താവുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ മോട്ടർ ഓണാക്കാൻ പോവാണ്. കുഴൽക്കിണർ അടിക്കുകയാണ് തൽക്കാലം. വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഹോൾസിൻ്റെ അടുത്ത് വരെ വെള്ളമായി. ഇനി ഒലിക്കുണ്ടോന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ വരും വെള്ളം. ഇവിടെ വരണം വെള്ളം. അതെത്തിയോ? ഹോളിൻ്റെ ആടെ വരുന്ന വെള്ളം. വെള്ളം വരുന്നുണ്ട്. ആയിമാ അത് നിർത്തുക. വെള്ളം ഓവർഫ്ലോ ആവേണ്ടതാണ്. അതാണ് അറിഞ്ഞ് നമ്മളിതിന് മോട്ടറൊന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ മോട്ടർ. 2.5 വാട്ട്സ് ആണ് വരുന്നത്. ഇതാ ചെറിയ മോട്ടറാണ്. ഇതിൽ നമ്മൾ പൈപ്പ് നമ്മളിപ്പോൾ ഈ മോട്ടർ അത് സോളാറിനാണ് വർക്ക് ചെയ്യുക. വെയിലുണ്ടാകുമ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്തോളും, രാത്രി വർക്ക് ചെയ്യൂല. അപ്പോൾ മീനുകൾക്ക് വേണ്ട ഓക്സിജനും കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ നാട്ടിലത്തെ ഒരു 1000 റുപ്യ 1200 റുപ്യ ലെവലിൽ ഇതിൻ്റെ പൈസ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ. വെയിൽ ചെറിയ രീതി, അത് വെയിൽ വന്നു തുടങ്ങണല്ലോ. വെയിൽ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. ഇത് പിടിച്ചാൽ ആദ്യം മോനെ ഇവിടുന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും വർക്ക് ചെയ്യുമ്പോഴാണ് വെള്ളം വരിക. ഇപ്പോൾ വെള്ളം വരുന്നില്ല, കാരണം ചൂടില്ല. ഇതാണിപ്പോൾ നമ്മൾ വെള്ളം വരുന്നതിൻ്റെ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ ഒരു 9 മണി 10 മണിൻ്റെ ഇടയിലുള്ള സമയം ആയിട്ടുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞൊരു ഡേൻ്റെ സെൻറ്ററൊക്കെ എത്തുമ്പോൾ ഉച്ചയൊക്കെ ആവുകയാണെങ്കിൽ നല്ല ഫോഴ്സിൽ വെള്ളം വരും. ഏകദേശം ആ കുടത്തുനിന്ന് ഇങ്ങനെ തെറിക്കുന്നത് പോലെയൊക്കെയുള്ള സ്പീഡിൽ വെള്ളം വരും. ഇപ്പോഴുള്ള സ്പീഡ് ഇതാണ്. നമ്മൾ നീല പെയിൻറ്റ് അടിച്ചു തുടങ്ങുകയാണ്. ഒറ്റ കോട്ട അടിച്ചാൽ മതി. വെള്ള പെയിൻറ്റ് അത്യാവശ്യം നല്ല ടൈറ്റിൽ അടിച്ചുകൊണ്ട് മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ കുളം കണ്ട് നീല പെയിൻ്റ് അടിച്ച് ഇങ്ങോട്ട് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നമ്മൾ മോട്ടർ ഇപ്പോൾ തൽക്കാലം നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്നിവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഉണക്കം കിട്ടി നാളെ ഫുള്ള് വെള്ളം നിറച്ചിട്ട് വേണം. ഒരു ദിവസം മികയിൽ നിർത്തിയിട്ട് നമുക്ക് പിന്നെ ആമ്പൽ കുറച്ച് കിട്ടാണ്ട് അവിടുന്ന് ആമ്പൽ കൊടുത്തിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് മീനുകളങ്ങോട്ട് ആക്കണം. ബിസ്മിൽ ചൊല്ലിയിട്ട് ഇതാണ് നമ്മളെ പരിപാടി. അപ്പോൾ നമ്മളിതാ 2 ദിവസത്തെ ഉണക്കം കിട്ടി, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വീണ്ടും അതേപോലെ വാഴൻ്റെ ഇലയൊക്കെ ഇട്ടുകൊണ്ട് നമ്മളൊരു ദിവസം വെള്ളം നിർത്താൻ പോവാണ്. അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ സൈഡൊക്കെ കുറച്ച് മെറ്റലിട്ടിട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ അടുത്തൊന്ന് നിൽക്കുമ്പോൾ ചളി ചവിട്ടിയിട്ട് ഇങ്ങനെ ആ തറൻ്റെ മുകളിൽ ആവുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഏരിയ കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, ബേബി ചില്ലിടണം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബേബി ചില്ലി മാറ്റിയിട്ട് അവിടെ നമുക്ക് പുല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ടുള്ളതോ നാച്ചുറലായിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യണം, പുല്ലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. എന്നാലേ കുറച്ചും കൂടി വൃത്തിയും ഭംഗിയും കിട്ടുള്ളൂ.
ഇപ്പോൾ നമ്മൾ കച്ചറകളൊക്കെ എടുത്ത് കളഞ്ഞ് വെള്ളം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ഇട്ടാ മതി. എലന്റെ അടിക്കാനുള്ള വേഗം പോയെന്ന് വെച്ചാൽ ഇതെന്താണ്? പേരൊന്നും അങ്ങനെ പുറത്തും കിട്ടുന്നില്ല. ഇത്ര നേരം വന്ന കളിപ്പിക്കാൻ പിന്നെ നിങ്ങളിടാൻ വേണ്ടി പോവാണ്. എന്താണ് ഈ മീനിന്റെ പേര്? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ സാധനങ്ങളൊക്കെ തീക്കണം മാറ്റി. യാസീനാണ് ഇടാൻ പോണത്. മീനെ പിടിച്ചിട്ട് ആണ്ട് കാണിച്ചു താണ്ട് പിടിച്ചെത്താ. നിങ്ങൾ മോൾക്ക് വരുമ്പോഴേ അറിയുള്ളത് വലുതായോ ഇല്ലേന്നൊക്കെ. ഷാർക്ക് കാണിച്ചു കൊടുക്ക് ക്യാമറയ്ക്ക്. അതൊരു വൈറ്റ് ഷാർക്കാണ്. എനിക്കറിയില്ല പേരൊന്നും. പേരെന്താ പറയണത്? ആദ്യമായിട്ടൊരു കൊതു ഇവിടെ കിട്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കൊതു. എന്താ ഇനിയൊരു വലുതും കൂടി ഉണ്ട്. ഇതാണ് വൈറ്റ് ഷാർക്ക് വന്നോടി. മുയ്യനെ എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ ഒഴിവാക്കായി കേട്ടോ. നോക്കണ്ട ഇവനെ കുഞ്ഞാവ ഇവനെ കുത്തുവാ. ആ പുല്ലെങ്ങോട്ട് നടല് വീഡിയോ കണ്ടിരിക്കുന്നത്.